സ്കൾ ആൻഡ് ബോൺസ് എന്ന സംഘടനയെ കുറിച്ച് അറിയാത്തൊരു വളരെ കുറവായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. എന്നാണെങ്കിലും ആക്ച്വലി നിലവിൽ ലോകത്തിലുള്ള വളരെ സീക്രറ്റീവ് ആയിട്ടുള്ള ഒരു സ്വഭാവം കാണിക്കുന്ന, വളരെ ഒരു രഹസ്യ സ്വഭാവം കാണിക്കുന്ന ഒരു സംഘടനയാണിത്. ബുഷ് കുടുംബത്തിലെ ധാരാളം പേര് പ്രസിഡന്റുമാരായിട്ടുണ്ട് അല്ലെ. ജോർജ് ഡബ്ല്യു ബുഷ്, അദ്ദേഹത്തിന്റെ അച്ഛനടക്കം. എന്നാണെങ്കിലും ജോർജ് ബുഷിന്റെ ആളുടെ ഗ്രാൻഡ് ഫാദർ, ആളുടെ മുത്തശ്ശനായിട്ടുള്ള പ്രസ്കോട്ട് ബുഷ് 2018 ജോർണിമ എന്ന അമേരിക്കൻ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ വഹിച്ചിരുന്ന നാറ്റീവ് അമേരിക്കൻ അപ്പാച്ചെ ചീഫായിരുന്ന ജോർണിമയുടെ തലയൊട്ടി അവരുടെ ശവക്കലറ പൊളിച്ചിട്ട്, അവരുടെ ശവക്കലറയിൽ നിന്ന് കയറിയിട്ട് അതിലുള്ള അവരുടെ തലയൊട്ടി അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി പിന്നീട് ഇന്ന് നിലവിൽ ടോം എന്നറിയപ്പെടുന്ന അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ, സ്കൾ ആൻഡ് ബോൺസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇത് കൊണ്ടുവച്ചു എന്നാണ് പറയപ്പെടുന്നത്. ആക്ച്വലി ഇന്ന് നമ്മൾ കാണുന്ന സ്കൾ ആൻഡ് ബോൺസിന്റെ ആ ഒരു ലോഗോയിൽ ഇവരുടെ തലയൊട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. എന്താണെങ്കിലും ജോർണിമയുടെ ഫാമിലി പിന്നീട് കേസും കാര്യങ്ങളൊക്കെയായിട്ട് ആ ഒരു തലയൊട്ടി കിട്ടാനായിട്ട് ഒരുപാട് കോടതിയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കോടതി ഒരു തരത്തിലും, അതായത് ഫെഡറൽ ജഡ്ജി ഒരു തരത്തിലും ആ ഒരു കേസിനെ കൺസിഡർ ചെയ്യുന്നില്ല. ജസ്റ്റ് ആ ഒരു കേസ് ഡിസ്മിസ് ചെയ്യായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാണെങ്കിലും വളരെ വലിയൊരു മിസ്റ്ററി ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇന്നും. അതായത് എന്തിനാണ് ഇവരുടെ ബുഷിന്റെ അച്ഛൻ വല്യാപ്പ എന്തിനാണ് ഇത് അടിച്ചു മാറ്റിയത്, അവരുടെ ജോർണിമയുടെ തലയൊട്ടി അത് ശവക്കളറ പൊളിച്ച് അടിച്ചു മാറ്റിയത്? ഇതാണ് ബുഷ് കുടുംബത്തെ അടക്കം കൺട്രോൾ ചെയ്യുന്നത്, അമേരിക്കൻ പ്രസിഡന്റ്മാരെ അടക്കം കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള ചോദ്യചിഹ്നങ്ങളും ഇതിനൊക്കെ ഉണ്ട്. മേ ബി ഉടായ്പൊക്കെ അതായിരിക്കും, ബട്ട് സ്റ്റിൽ ഇതൊരു സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതൊരു ഭയങ്കര നിഗൂഢമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട് എന്നാണ് പല ആൾക്കാരും ഇന്നും വിശ്വസിക്കുന്നത്.